PHI 143 ഇതിനുവിലെ ഹിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ് എന്ന പേപ്പറിലെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യായിരുന്നു നമ്മൾ. അതിന് 6ാമത്തെ ചോദ്യം NGOസിന്റെ റോളിനെ കുറിച്ചാണ്. നമ്മളത് പല പ്രസ്ഥാനങ്ങളെ ചിപ്കോ മൂവ്മെന്റിനെ കുറിച്ചും അങ്ങനെ പല പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ നമ്മൾ 5ാമത്തെ മൂവ്മെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എപ്പിക്കോ മൂവ്മെന്റ്. എന്താണ് എപ്പിക്കോ മൂവ്മെന്റ്? 1983 ഇത് ആരംഭിച്ചത്. ഉത്തര കർണാടകയിലെ ഷിമോഗ ജില്ലയിലാണ് ഇത് ആരംഭിച്ചത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ നേതാക്കന്മാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായൊരു നേതാവൊന്നുമില്ല, പക്ഷേ എങ്കിലും അതിനൊരു ഫെസിലിറ്റേറ്റർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് പാണ്ഡുരംഗ് ഹെഡ്ജെ ആണ്. ഇനി അദ്ദേഹം ഈ മൂവ്മെന്റിന് 1983 തന്നെ സഹായിച്ചു. എപ്പിക്കോ മൂവ്മെന്റ് ലോക്കലി അറിയപ്പെടുന്നത് എപ്പിക്കോ ചാലുവാലി എന്നാണ്. The local people embraced the trees which were to be cut by contractors of the forest department. വന പാലകരുടെ കരാറുകാര്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കരാറുകാര് വെട്ടിക്കളയാൻ വന്ന മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രദേശവാസികൾ ഇതിനോട് പ്രതികരിച്ചത്. എപ്പിക്കോ മൂവ്മെന്റ് ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ചിപ്കോ മൂവ്മെന്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഫുഡ് മാർച്ചുകൾ നടത്തി വനത്തിന്റെ ഉൾവശത്തേക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എപ്പിക്കോ മൂവ്മെന്റ് ഇത്തരത്തിലുള്ള ഫോക്ക് ഡാൻസുകള്, തെരുവ് നാടകങ്ങള് ഒക്കെ സ്ലൈഡ് ഷോകളൊക്കെ സംഘടിപ്പിച്ചു. ഇനി ഈ സെക്കൻഡ് ഏരിയ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഇത് വനം നശീകരണത്തിനെതിരെ ഡീന്യൂഡഡ് ലാൻഡിൽ അഫോറസ്ട്രേഷൻ, വനം നട്ടുപിടിപ്പിക്കുക. അതായത് വെട്ടിക്കളഞ്ഞ ഭൂമിയിൽ പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അതാണ് അഫോറസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡീന്യൂഡഡ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വനം വെട്ടിക്കളഞ്ഞ മരക്കെറ്റുകളൊക്കെ നിൽക്കുന്ന ഭൂമിയാണ്. അവിടെ പുതിയ ചെടികൾ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ജോലിയാണ് അവരുടെ സെക്കൻഡ് ഏരിയ പ്രവർത്തന മേഖല. മൂവ്മെന്റ് ലേറ്റർ ഫോക്കസ്ഡ് ഓൺ ദ റാഷണൽ യൂസ് ഓഫ് ദ ഇക്കോസ്ഫിയർ. നമ്മുടെ പരിസ്ഥിതിയെ യുക്തിപരമായി ഉപയോഗിക്കാനായിട്ട് ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു ആ മൂവ്മെന്റ്, എപ്പിക്കോ മൂവ്മെന്റ് അടുത്തതായി ചെയ്തത്. ബൈ ഇൻട്രൊഡ്യൂസിങ് ആൾട്ടർനേറ്റീവ് എനർജി റിസോഴ്സ്, അതായത് ബദൽ ഊർജ്ജ മാർഗങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് ടു റെഡ്യൂസ് പ്രഷർ ഓൺ ദ ഫോറസ്റ്റ്, കത്തിക്കാൻ വേണ്ടി മരങ്ങൾ വെട്ടുന്ന ഏർപ്പാട്, വനങ്ങളുടെ മേലുള്ള അധിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് കൺവെൻഷണൽ അല്ലാത്ത നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള മാർഗങ്ങളിലൂടെ പാചകം ചെയ്യാനൊക്കെ ആളുകളെ പഠിപ്പിക്കുന്നത്, സോളാർ കുക്കർ പോലുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും ഈ മൂവ്മെന്റ് ഒരു വിജയമായിരുന്നു. പക്ഷെ ഇപ്പോൾ കറണ്ട് സ്റ്റാറ്റസ് ഇപ്പോൾ അത് നിർത്തിവെച്ചിരിക്കുകയാണ് പ്രസ്ഥാനം എപ്പിക്കോ മൂവ്മെന്റ്. ഇനി മറ്റൊരു പ്രസ്ഥാനത്തെ കുറിച്ച് പറയട്ടെ. നർമ്മദ ബച്ചാവോ ആന്തോളൻ മറ്റൊരു NGO മൂവ്മെന്റ് ആണ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ പ്രസ്ഥാനമാണ്. നർമ്മദ NBA, നർമ്മദ ബച്ചാവോ ആന്തോളൻ, അങ്ങനെ ഷോർട്ട് ഫോം പറയാം. 1985 ഇത് ആരംഭിച്ചത്. നമുക്കറിയാം മഹാരാഷ്ട്രയില് നർമ്മദ നിവറില്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ 3 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ നദി. ഈ നർമ്മദ നദിയിൽ ഒരു അണക്കെട്ട് പണിയാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റിനെതിരെ ആണ് മേധാ പിട്കർ, ബാബ ആംടെ, ആദിവാസികളായിട്ടുള്ള കർഷകര്, പരിസ്ഥിതിവാദികള്, മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഇതിന്റെ നേതാക്കളായിട്ട് അണിനിരുന്നു. ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? എ സോഷ്യൽ മൂവ്മെന്റ് അഗേൻസ്റ്റ് നമ്പർ ഓഫ് ലാർജ് ഡാംസ് ബീയിങ് ബിൽറ്റ് അക്രോസ് ദ നർമ്മദ റിവർ. നർമ്മദ നദിക്ക് കുറുകെ ഒരു ഡാമല്ല, ഒത്തിരിയേറെ വലിയ വലിയ ഡാമുകൾ പണിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ മുന്നേറ്റമായിരുന്നു ഇത്. വാട്ട് വാസ് ഇറ്റ് ഓൾ അബൌട്ട്? ദ മൂവ്മെന്റ് ഫസ്റ്റ് സ്റ്റാർട്ടഡ് ആസ് എ പ്രൊട്ടസ്റ്റ് ഫോർ നോട്ട് പ്രൊവൈഡിങ് പ്രോപ്പർ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ടു ദ പീപ്പിൾ. അതിൽ കുടിയൊഴിക്കപ്പെട്ട ആൾക്കാർക്ക് ശരിയായ വിധത്തിലുള്ള റീഹാബിലിറ്റേഷനോ റീസെറ്റിൽമെന്റോ ഗവൺമെന്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം സമരം തുടങ്ങിയത്. പീപ്പിൾ ഹു ഹാവ് ബീൻ ഡിസ്പ്ലേസ്ഡ് ബൈ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ സർദാർ സരോവർ ഡാം. സർദാർ സരോവർ ഡാമിന്റെ നിർമ്മാണത്തിന് കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ, പുനരധിവാസ പാക്കേജ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരം തുടങ്ങിയത്. ലേറ്റർ ഓൺ ദ മൂവ്മെന്റ് ടേൺഡ് ഇറ്റ്സ് ഫോക്കസ് ഓൺ ദ പ്രിസർവേഷൻ ഓഫ് ദി എൻവയോൺമെന്റ്. പിന്നീട് ഈ മൂവ്മെന്റ് പരിസ്ഥിതിക്കെതിരെ, പരിസ്ഥിതി സംരക്ഷിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായി മാറി. ആൻഡ് ഇക്കോ സിസ്റ്റം ഓഫ് ദ വാലി. നർമ്മദ വാലിയിലെ ഇക്കോ സിസ്റ്റങ്ങളൊക്കെ തകർന്നു പോയി പുതിയ ഡാമുകൾ വരുമ്പോൾ അതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയായിട്ട് അത് പിന്നീട് മാറുകയായിരുന്നു. ആക്ടിവിസ്റ്റ് ഓൾസോ ഡിമാൻഡഡ് ദ ഹൈറ്റ് ഓഫ് ദ ഡാം ടു ബി റെഡ്യൂസ്ഡ് to 88 മീറ്റർ. ഈ പ്രവർത്തകർ പിന്നീട് ആവശ്യപ്പെട്ട വേറൊരു കാര്യം, ഡാമിന്റെ പ്രപ്പോസ്ഡ് ഹൈറ്റ് 130 മീറ്ററാണ്, അതിൽ നിന്ന് 88 മീറ്ററിലേക്ക് അതിന്റെ ഉയരം താഴ്ത്തണമെന്നായിരുന്നു. വേൾഡ് ബാങ്ക് വിഡ്രൂ ഫ്രം ദ പ്രോജക്ട്. വേൾഡ് ബാങ്ക് ഈ പ്രോജക്റ്റിൽ നിന്ന് പിൻവലിയുകയും ചെയ്തു. ദ എൻവയോൺമെന്റൽ ഇഷ്യൂ വാസ് ടേക്കൺ ഇൻ ടു കോർട്ട്. പരിസ്ഥിതി പ്രശ്നം പിന്നീട് കോടതിയുടെ മുന്നിലെത്തി. ഇൻ ഒക്ടോബർ 2000 ദ സുപ്രീം കോർട്ട് ഗേവ് എ ജഡ്ജ്മെന്റ്. ഒക്ടോബർ 2000 സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു, അപ്രൂവിംഗ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ സർദാർ സരോവർ ഡാം. സർദാർ സരോവർ ഡാം അതിന്റെ നിർമ്മാണം അനുമതി നൽകിക്കൊണ്ടാണ് വിത്ത് എ കണ്ടീഷൻ ദാറ്റ്, ഒരു നിബന്ധനയോടുകൂടി ദ ഹൈറ്റ് ഓഫ് ദ ഡാം കുഡ് ബി റേസ്ഡ്
ടു 90 മീറ്റർ, 90 മീറ്റർ വരെ ഉയരാത്താം, അതിനപ്പുറത്തേക്ക് ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദി ഹൈറ്റ് ഈസ് മച്ച് ഹയർ ദാൻ ദ 88 മീറ്റർ, അതായത് 88 എന്നുള്ളതിന് ഒരുപാട് മുകളിലാണ്, വിച്ച് ആന്റി ഡാം ആക്ടിവിസ്റ്റ് ഡിമാൻഡഡ്. ആന്റി ഡാം ആക്ടിവ്, അതായത് ഡാം പണിയണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരെന്താണ്, അവർ ആഗ്രഹിച്ചതിനേക്കാളും വളരെ ഉയരാണ്. പക്ഷേ ബട്ട് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ലോവർ ദാൻ ദ പ്രൊപ്പോസ്ഡ് ഹൈറ്റ് ഓഫ് 130 മീറ്റർ. എന്നാൽ ആദ്യം പ്രപ്പോസ് ചെയ്ത 130 മീറ്ററിനേക്കാൾ ഒരുപാട് താഴെയുമാണ്. ദ പ്രോജക്ട് ഈസ് നൗ ലാർജ്ലി ഫിനാൻസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. ഇപ്പോൾ ആ പ്രോജക്റ്റ് സംസ്ഥാന ഗവൺമെന്റ് ഫിനാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് മാർക്കറ്റ് ബോറോയിങ്സ്. ദ പ്രോജക്ട് ഈസ് എക്സ്പെക്ടഡ് ടു ബി ഫുള്ളി കംപ്ലീറ്റഡ് ബൈ 2025. 2025 പൂർത്തിയായി പ്രവർത്തന സജ്ജമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയാണ്. ഓൾദോ നോട്ട് സക്സസ്ഫുൾ. അപ്പോൾ വൻ വിജയമൊന്നും ആയില്ല ഈ ഡാമിനെതിരെയുള്ള പ്രക്ഷോഭം. എങ്കിൽ കൂടി ആസ് ദ ഡാം കുഡ് നോട്ട് ബി പ്രിവെന്റഡ്, ഡാമിന് തടയാൻ പറ്റില്ലല്ലോ. ദ NBA ഹാസ് ക്രിയേറ്റഡ് ആൻ ആന്റി ബിഗ് ഡാം ഒപ്പീനിയൻ ഇൻ ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ്. ഇന്ത്യയിലും വെളിയിലും ഒക്കെ ആയിട്ട് ഇന്ന് ഒരു വമ്പൻ ഡാമുകൾ പണിയുന്നതിനെതിരെ ഒരു പ്രക്ഷോഭം തുടങ്ങി വെച്ചു. ഇറ്റ് ക്വസ്റ്റ്യൻ ദ പാരഡിം ഓഫ് ഡെവലപ്മെന്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ വികസനം എന്ന് പറയുന്ന ആശയത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ആസ് എ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഇറ്റ് ഫോളോഡ് ദ ഗാന്ധിയൻ വേ 100%. അപ്പോ എന്താണ് 100% ഗാന്ധിയൻ മാർഗത്തെയാണ് ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലയിൽ ഈ നർമ്മദാ ബച്ചാവന ആന്തോളൻകാര് ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ഇനി അടുത്തത് തെഹരി ഡാം കോൺഫ്ലിക്റ്റ് ആണ്. തെഹരി ഡാമിന്റെ പേരിൽ ഉണ്ടാക്കിയ സംഘർഷമാണ്. ഇയർ 1990 ആണ്. ഭാഗീരഥി നദിയിലാണ് തെഹരി ഡാം. അത് ഉത്തരാഖണ്ഡിലാണ്. ഇതിന്റെ നേതാക്കന്മാരെന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് സുന്ദർലാൽ ബഹുഗുണയെ പോലുള്ള നേതാക്കന്മാരാണ്. എയിം എന്താണെന്ന് വെച്ചാൽ പ്രൊട്ടസ്റ്റ് വാസ് അഗേൻസ്റ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ടൗൺ ഇൻഹാബിറ്റൻസ് ആൻഡ് എൻവയോൺമെന്റൽ കോൺസിക്വൻസ് ഓഫ് ദ വീക്ക് ഇക്കോസിസ്റ്റം. വളരെ ദുർബലമായ ഈ ഇക്കോസിസ്റ്റത്തിന്റെ ടൗൺ പട്ടണവാസികളായിട്ടുള്ള ആൾക്കാരുടെ ഡിസ്പ്ലേസ്മെന്റിനെതിരെ ഉണ്ടായ പ്രൊട്ടസ്റ്റ് ആണ് ഇതിലുണ്ടായത്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ കോൺസിക്വൻസ് ഇക്കോസിസ്റ്റത്തെ ദുർബലപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെയാണ് സമരം. തെഹരി ഡാം അട്രാക്റ്റഡ് നാഷണൽ അറ്റൻഷൻ ഇൻ ദ 1980s. 1980-കളിൽ ഇത് ദേശീയമായ ശ്രദ്ധ നേടി. ആൻഡ് ദ 1990s 1990-കളിലും മേജർ ഒബ്ജക്ഷൻസ് ഇൻക്ലൂഡ് സീസ്മിക് സെൻസിറ്റിവിറ്റി ഓഫ് ദ റീജിയൻ. ആ പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ള സെൻസിറ്റീവ് ഏരിയ ആണ് എന്നുള്ളതാണ് ആദ്യത്തെ എതിർപ്പ്. സബ്മർജൻസ് ഓഫ് ഫോറസ്റ്റ് ഏരിയാസ് അലോങ് വിത്ത് തെഹരി ടൗൺ, അതായത് അവിടെയുള്ള വനങ്ങൾ മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്നുള്ള ഒരു രണ്ടാമത്തെ എതിർപ്പ്. മൂന്നാമത്തെ എതിർപ്പ് അവിടെ തെഹരി എന്നൊരു പട്ടണമുണ്ട്, ആ പട്ടണവും വെള്ളത്തിൽ മുങ്ങിപ്പോകും. ഈ 3 എതിർപ്പുകളാണ് ഈ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് കാരണം. 1980-കളിലും 1990-കളിലുമായിട്ടാണ് ഈ തെഹരി ഡാം പ്രോജക്റ്റ് ഇങ്ങനെ ദേശവ്യാപക ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഡെസ്പൈറ്റ് ദ സപ്പോർട്ട് ഫ്രം അതർ പ്രോമിനന്റ് ലീഡേഴ്സ് ലൈക്ക് സുന്ദർലാൽ ബഹുഗുണയെ പോലുള്ള മറ്റു പ്രമുഖ നേതാക്കന്മാരുടെ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും ദ മൂവ്മെന്റ് ഹാസ് ഫെയിൽഡ് ടു ഗ്യാദർ ഇൻ എ പോപ്പുലർ സപ്പോർട്ട്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടത്ര പോപ്പുലർ സപ്പോർട്ട് കിട്ടാൻ കഴിഞ്ഞില്ല അറ്റ് ദ നാഷണൽ ആസ് വെൽ ആസ് ഇന്റർനാഷണൽ ലെവൽ, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും.